ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റജി. അതിൽ നമ്മൾ രണ്ട് സ്ട്രാറ്റജിയാണ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയും എക്സ്പാൻഷൻ സ്ട്രാറ്റജി, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് സ്ട്രാറ്റജിയും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജിയും അതേപോലെ തന്നെ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജിയും. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി? ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഷന്റെ രണ്ട് തരത്തിലുള്ള സ്ട്രാറ്റജികളുണ്ട്, ഇന്റൻസിഫിക്കേഷൻ സ്ട്രാറ്റജിയും ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി. ഇന്റൻസിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്താണെന്ന് പറയാം, എക്സ്പാൻഷൻ ഇൻ ടു ന്യൂ ബിസിനസ് ആൻഡ് ബിസിനസ്സസ് ദാറ്റ് ആർ outside the current business and markets. Expansion into the new business and businesses that are outside the current business and markets. കറണ്ട് ബിസിനസിന്റെയും മാർക്കറ്റിന്റെ ഔട്ട്സൈഡ് ഉള്ള അതിലേക്ക് നമ്മൾ പുതിയ എക്സ്പാൻഡ് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിനെ എക്സ്പാൻഷൻ നടത്തുന്നത് എന്ന് വിളിക്കുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് ദി എക്സ്പാൻഷൻ ഇൻ ടു ദി ന്യൂ ബിസിനസ് ആൻഡ് ബിസിനസ്സസ് ദാറ്റ് ആർ ഔട്ട്സൈഡ് ദി കറണ്ട് ബിസിനസ്സസ് ആൻഡ് മാർക്കറ്റ്സ്. കറണ്ട് ബിസിനസ്സിൽ നിന്നും നിലവിലില്ലാത്ത മാർക്കറ്റുകളിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ വ്യാപിപ്പിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. നിലവിലുള്ളതിൽ തന്നെ ഇന്റൻസിഫിക്കേഷൻ ആണ് ചെയ്യുക, എന്നാൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നത് ന്യൂ ബിസിനസ്സസിനെ കൊണ്ടുവന്നിട്ടാണ്, ന്യൂ ഏരിയാസ്, ന്യൂ ആയിട്ടുള്ള മാർക്കറ്റുകളിലേക്ക്, പുതിയ ബിസിനസ്സുകളിലേക്കൊക്കെ എൻറ്റർ ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ഈ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി തന്നെ രണ്ട് വിധത്തിൽ. അതിലൊന്നാണ് റിലേറ്റഡ് അല്ലെങ്കിൽ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ, മറ്റൊന്നാണ് കൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. രണ്ടു തരം ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, റിലേറ്റഡ് അല്ലെങ്കിൽ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ, രണ്ട് അൺറിലേറ്റഡ് അല്ലെങ്കിൽ കൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണ് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്റ്റ് ലൈൻ ആൻഡ് മാർക്കറ്റ്സ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസും ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റ് ലൈന് എക്സ്പാൻഷൻ നടത്തുന്നതിന് വിളിക്കുന്നത് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. നിലവിലുള്ളത് ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ, ഫെസിലിറ്റീസും നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ നമ്മളുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ. അത് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ടു സെർവ് സിമിലർ കസ്റ്റമേഴ്സ് ഇൻ സിമിലർ മാർക്കറ്റ്സ്. നമ്മുടെ കസ്റ്റമേഴ്സും മാറുന്നില്ല, മാർക്കറ്റും മാറുന്നില്ല, പക്ഷെ പുതിയ പ്രൊഡക്റ്റുകൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പുതിയ പ്രൊഡക്റ്റുകൾ നിലവിലുള്ള കസ്റ്റമേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നൽകുന്നതാണ് വിളിക്കുന്നത് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് introduction of new products and service using technology similar to present product. നിലവിലുള്ള ടെക്നോളജിയെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ പ്രൊഡക്റ്റുകൾ, സർവീസുകൾ നൽകുന്നതാണ് വിളിക്കുന്നത് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിലവിലുള്ളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ പ്രൊഡക്റ്റുകളും സർവീസസും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വിളിക്കും. എന്താ, വാട്ട് ഈസ് കൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ? കൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് the expansion of product line beyond the present industry. നമ്മൾ നിലവിലുള്ള ഇൻഡസ്ട്രീനെ പുറത്തേക്ക് കടന്നുകൊണ്ട്, നിലവിലുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പ്രൊഡക്റ്റ് ലൈനുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അത് കൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നമ്മൾ നിലവിലുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രസന്റ് ഇൻഡസ്ട്രീൻ്റെ പുറത്ത് കടന്നുകൊണ്ട് എക്സ്പാൻഷൻ നടത്തുകയാണ് പ്രൊഡക്റ്റ് ലൈനിന് എങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ products and markets having no common features with any of the existing. നിലവിലുള്ള ഏതെങ്കിലും ഫീച്ചേഴ്സ് അവയ്ക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. ആ അത്തരത്തിൽ പുതിയ പ്രൊഡക്റ്റ് ലൈന് കൊണ്ടുവന്ന് മാർക്കറ്റിനെ ഡൈവേഴ്സിഫിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പുറത്തുള്ള ഇൻഡസ്ട്രിക്ക് പുറമെ കടന്നുകൊണ്ട് പുതിയൊരു ഇൻഡസ്ട്രീസിലേക്ക് കടന്നുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക, എക്സ്പാൻഷൻ നടത്തുകയാണെങ്കിൽ ആ എക്സ്പാൻഷൻ അറിയപ്പെടുന്നത് കൺഗ്ലോമറേറ്റ് എക്സ്പാൻഷൻ എന്നാണ്, കൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നാണ്. നെക്സ്റ്റ്, എന്തൊക്കെ റീസൺസ് ഫോർ ഡൈവേഴ്സിഫിക്കേഷൻ? എന്തൊക്കെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ റീസൺസ്? ഡൈവേഴ്സിഫിക്കേഷൻ റീസൺസ് ആണ്, അതിലൊന്നാണ് ഇറ്റ് ബ്രിങ്സ് സിനർജിസ്റ്റിക് ബെനിഫിറ്റ്സ്. ഇത് സിനർജിസ്റ്റിക് ആയിട്ടുള്ള ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾറെഡി നോൺ ദാറ്റ് വാട്ട് ഈസ് സിനർജി മീൻസ്. എന്താ സിനർജി?
as whenever an activity or activities are performed by two or more persons or organizations or departments, the output will be more than the input. ഇൻപുട്ടിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സിനർജി എന്നാണ്. അത്തരത്തിലുള്ള സിനർജിസ്റ്റിക് ആയിട്ടുള്ള ബെനിഫിറ്റ് ഈ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഒന്നാമത് പറയുന്നത്. ഒന്നാമത് ഇറ്റ് ബ്രിങ് സിനർജിസ്റ്റിക് ബെനിഫിറ്റ്സ്. രണ്ട്, ഇറ്റ് സ്പ്രെഡ് റിസ്കിന് എന്ത് ചെയ്യുന്നു, എല്ലാ പ്രൊഡക്റ്റിന്റെ മുകളിലേക്കും വ്യാപിപ്പിക്കുന്നതുകൊണ്ട് അത് റിസ്ക് റെഡ്യൂസ്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റിലേക്ക് പോകുന്നതാണ്, പുതിയ ഐഡിയ കണ്ടെത്തുന്നതാണ്, പുതിയ പ്രോസസ്സിലൂടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, പുതിയ മാർക്കറ്റ് പ്രോസസ്സ് ഐഡിയാസ് ഇതൊക്കെ പുതിയത് കണ്ടെത്തുന്നതാണ്. അങ്ങനെ ഈ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് നിലവിലുള്ള റിസ്കിനെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ പ്രൊഡക്റ്റിലേക്കും സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ റിസ്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ട് റിസ്ക് മാനേജ്മെന്റ് സാധിക്കുന്നതാണ് ഡൈവേഴ്സിഫിക്കേഷൻ. മറ്റൊന്ന് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ വിഭവങ്ങൾ, ഫിനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി ആയിക്കോട്ടെ, മാനേജീരിയൽ കേപ്പബിലിറ്റി ആയിക്കോട്ടെ, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത റിസോഴ്സസിനെ നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ ഉപയോഗിക്കാതെ കിടക്കുന്ന കുറേ റിസോഴ്സസ് ഉണ്ടാവും. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗം നമ്മൾ നടത്തുന്നുണ്ടാവും. അത്തരം പൂർണ്ണമായിട്ടുള്ള യൂട്ടിലൈസേഷൻ എന്താണ് സാധിക്കുന്നതാണ് ഈ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ. ദെൻ ഡെവലപ്പിംഗ് കോമ്പറ്റിറ്റീവ് എഡ്ജ്. എന്താണ് കോമ്പറ്റിറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ? കോമ്പറ്റിറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പറ്റിറ്റീവ് സ്ട്രാറ്റജിയാണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റിറ്റീവ് സ്ട്രാറ്റജിയാണ്. Diversification is that process which allows firm to develop competitive edge over the competitive firms in the industry. ആ ഇൻഡസ്ട്രിയിലുള്ള കോമ്പറ്റീവ് ഫേംസിന് ഇടയിൽ ഒരു കോമ്പറ്റിറ്റീവ് എഡ്ജ് ഉണ്ടാക്കിയെടുക്കാൻ ആർക്ക് സാധിക്കും? ഡൈവേഴ്സിഫിക്കേഷൻ നടപ്പാക്കുന്ന ഫേംസിന് സാധിക്കും. അതാണ് ഡെവലപ്പിംഗ് കോമ്പറ്റിറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ബ്രിങ്സ് സിനർജിസ്റ്റിക് ബെനിഫിറ്റ്സ്, ഇറ്റ് സ്പ്രെഡ്സ് ദ റിസ്ക്, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, developing competitive edge. The next, diversification makes firm dominant in the market. നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നത് വഴി ആ മാർക്കറ്റിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഫേമാക്കി നമ്മുടെ ഫേമിനെ മാറ്റാൻ സാധിക്കും. ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് നമ്മുടെ കമ്പനിയെ, നമ്മുടെ ഫേമിനെ ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള ഫേമാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് മറ്റൊരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ മറ്റൊരു. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾ നടത്തുന്നത്. നെക്സ്റ്റ്, റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. എന്താ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? റീട്രെഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ റിഡ്യൂസ് ചെയ്യാണ്, റിഡക്ഷൻ നടത്താൻ. റിഡക്ഷൻ ഓഫ് എനി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ലൈൻ അലോങ് വിത്ത് ദി ലെവൽ ഒബ്ജക്റ്റീവ് സെറ്റ് ബിലോ ദി ഫസ്റ്റ് അച്ചീവ്മെന്റ്. നമ്മൾ മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അതിലുള്ള ഒബ്ജക്റ്റീവ്സിൽ നിന്നും റിഡക്ഷൻ ചെയ്യുകയാണ്. ഏതെങ്കിലും എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ലൈനെ നമ്മൾ റിഡക്ഷൻ നടത്തുകയാണെങ്കിൽ അത് റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. നമ്മൾ ഏതെങ്കിലും നമ്മുടെ ബിസിനസ്സിനെ ക്ലോസ് ചെയ്യുന്നു, ഷട്ട് ഡൗൺ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു യൂണിറ്റിനെ നമ്മൾ ഒഴിവാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ ഒഴിവാക്കലിനെയാണ് എന്ത് വിളിക്കുന്നത്? റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. അതുവഴി എന്ത് സാധിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഫോക്കസിങ് ഓൺ ഫങ്ഷണൽ ഇംപ്രൂവ്മെന്റ്. നമുക്ക് ഇംപ്രൂവ്മെന്റ്, നമ്മൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കോസ്റ്റ് റിഡക്ഷൻ സാധിക്കും. റെഡ്യൂസിങ് ദി നമ്പർ ഓഫ് ഫങ്ഷൻസ്, ഒരുപാട് ഫങ്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. റെഡ്യൂസിങ് ദി നമ്പർ ഓഫ് പ്രൊഡക്ട്സ്, മാർക്കറ്റ്സ്, ഇറ്റ് സെർവ്സ് അപ് ടു ഇൻക്ലൂഡിങ് ലിക്വിഡേഷൻ വരെയുള്ള വഴികളിലൂടെ നമുക്ക് നമ്മൾ പ്രൊഡക്റ്റുകളും മാർക്കറ്റുകളൊക്കെ കുറച്ചുകൊണ്ട് വലിയ ചെലവുകൾ കുറക്കുന്നൊരു പണിയാണ് ഈ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. വമ്പിച്ച് വരുന്ന കോസ്റ്റ് ചെലവിനെ കുറച്ചു കൊണ്ടുവരികയും നമ്മുടെ ഫങ്ഷൻസിനൊക്കെ കുറച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന പണിയാണ് റീട്രെഞ്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിലുള്ള നമ്മുടെ ഉൽപാദനത്തിന്റെ തോതിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറച്ചിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ
അത് റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്നാണ്. അപ്പൊ അതിന് റീട്രെഞ്ച്മെന്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നിലവിലുള്ള റിഡക്ഷൻ ഓഫ് എനി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അത് ഏതെങ്കിലും നിലവിലുള്ള പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും ഒക്കെ എണ്ണം നമ്മൾ കുറയ്ക്കുന്നതോടുകൂടി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫങ്ഷൻസ് കുറഞ്ഞു കിട്ടുകയാണ്, ഒരുപാട് കോസ്റ്റ് കുറഞ്ഞു കിട്ടുകയാണ്, ഒരുപാട് പ്രൊഡക്റ്റുകൾ കുറഞ്ഞു കിട്ടുകയാണ്. അത് ഈവൻ നമ്മൾ ലിക്വിഡേഷനിൽ തന്നെ പോകേണ്ടി വരും. അത് അതിലും വലുതായിട്ടുള്ള ബാങ്ക്രപ്സി പോലുള്ളവയൊക്കെ ഉണ്ടാകുന്നതിന് തടിയാണ് ലിക്വിഡേഷൻ വഴി ചെയ്യുന്നത്. അത് ഏറ്റവും ഇതിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഏറ്റവും കൂടുതൽ ഗുണപരമായ ഒരു തീരുമാനം എടുക്കുന്ന സ്ട്രാറ്റജിയാണ് റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. എന്തൊക്കെയാണ് റീട്രെഞ്ച്മെന്റിന്റെ റീസൺസ്? എന്തുകൊണ്ടാണ് റീട്രെഞ്ച്മെന്റ് നടക്കുന്നത്? അതൊന്ന് പുവർ പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ്. ഫേംസ് സഫേഴ്സ് ഫ്രം പുവർ പെർഫോമൻസ്, പുവർ ബിസിനസ് പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് lower earnings and profits, unable to recover its spoiled position by any other means. മറ്റൊരു വഴിയില്ലാതെ മറ്റൊരു തരത്തിലും ഇതിന്റെ റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കാത്ത ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലോസ് അവർ ഷട്ടർ ഡൗൺ. നമ്മൾ എന്ത് ചെയ്യുന്നു? ബിസിനസിന്റെ പല പ്രൊഡക്റ്റുകളും നിർത്തൽ ചെയ്യുന്നു, പല ബ്രാഞ്ചുകളും കൂട്ടുന്നു. അപ്പൊ ഇത് പുവർ പെർഫോമൻസ് കൊണ്ടുണ്ടാകുന്ന ഇതുകൊണ്ട്. പുവർ പെർഫോമൻസിന് കാരണം ചിലപ്പോൾ പുവർ മാനേജ്മെന്റ് ആയിരിക്കും, ഓവർ ആയിട്ടുള്ള എക്സ്പാൻഷൻ ആയിരിക്കും, ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആയിരിക്കും, അൺഎക്സ്പെക്റ്റഡ് അൺഫോർസീൻ ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് ആയിരിക്കും. ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന പുവർ പെർഫോമൻസിന് എന്ത് ചെയ്യുക? പുവർ പെർഫോമൻസ് കാരണമായിട്ടായിരിക്കാം നമ്മൾ റീട്രെഞ്ച്മെന്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ത്രെറ്റ് ടു സർവൈവൽ. നമ്മൾ നിലനിൽപ്പ് തന്നെ ത്രെറ്റൻ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ബിസിനസ്സുകൾ പോവുകയാണെങ്കിൽ, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, മാർക്കറ്റ് ഫോഴ്സസിനൊന്നും തന്നെ എന്തില്ല, മാർക്കറ്റ് ഫോഴ്സസിനൊന്നും തന്നെ മേലൊരു കൺട്രോൾ നമുക്കില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ, ഗവൺമെന്റിന്റെ പോളിസികളൊക്കെ ഉണ്ടാക്കുകയാവാം. നമ്മളിപ്പോൾ GST ഒക്കെ നടപ്പിലാക്കിയതോട് കൂടി ഉണ്ടായിട്ടുള്ള സർവൈവൽ നിലനിൽപ്പിന്റെ ഭീഷണികൾ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നിലനിൽപ്പ് ഭീഷണിയിലാവുന്ന പല കാരണങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള കാരണം കൊണ്ട് നമ്മൾ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി സ്വീകരിക്കേണ്ടിരിക്കുന്ന കാരണങ്ങൾ ഇന്ന കാരണങ്ങൾ സ്ട്രാറ്റജി സ്വീകരിക്കാൻ. റീഡിപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്. നമ്മളെ റിസോഴ്സസിന് എന്ത് ചെയ്യുക? അതിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡിപ്ലോയ്മെന്റ് ചെയ്യുക. നമ്മുടെ റിസോഴ്സൊക്കെ റീഡിപ്ലോയ്മെന്റ് ചെയ്താൽ കുറച്ചുകൂടി കാര്യക്ഷമമായിരിക്കും അതിൻ്റെ സംഗതികൾ നടക്കുക, കാര്യക്ഷമമായിട്ട് സംഗതികൾ കിട്ടാൻ സാധിക്കും. നമ്മുടെ റീഡിപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് വഴി നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാനൊക്കെ സാധിക്കും. അങ്ങനെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ വേണ്ടി റീഡിപ്ലോയ്മെന്റ് റിസോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് എന്നത്. ഇൻസഫിഷ്യൻസി ഓഫ് റിസോഴ്സസ്. നമുക്ക് റിസോഴ്സസ് എന്തില്ല, സഫിഷ്യൻ്റ് ആയിട്ടില്ല. ആവശ്യത്തിലുള്ള റിസോഴ്സ് നമുക്കില്ല. നമ്മൾ ഒരുപാട് ഓവറായിട്ടുള്ള വർക്ക് വരുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണ്. അതായത് ആവശ്യത്തിന് റിസോഴ്സസ് ഇല്ലാതെ നമ്മൾ ഏറ്റെടുക്കുന്നത് കുറച്ച് കൂടിയ റിസോഴ്സിനേക്കാളും കൂടുതൽ വർക്ക് ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഫംഗ്ഷൻ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് ഏറ്റവും നല്ലത് ഈ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജിയാണ്. ഇൻസഫിഷ്യൻസി ഓഫ് റിസോഴ്സസ് നേരിടുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നല്ലത് അത് റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജിയിലേക്ക് പോകാൻ. ദെൻ ഗെറ്റിംഗ് ഇംപ്രൂവ്ഡ് മാനേജർ എഫിഷ്യൻസി. നമ്മുടെ പെർഫോമൻസ് ലെവൽ ഓഫ് ദി ഫേം എക്സ്പെക്റ്റഡ് ലെവലാണെങ്കിൽ അതിന് ഹ്യൂമൻ പെർഫോമൻസിലുണ്ടാകുന്ന ഇംപ്രൂവ്മെന്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിലവിലുള്ള ഫങ്ഷൻസിൻ്റെ ഏരിയയും
ആ ഫംഗ്ഷനും അതിൻ്റെ കൂടുതൽ ജോലി ഭാരം ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചിട്ട് കൂടുതൽ മാനേജർ എഫിഷ്യൻസി ഉയർത്താൻ വേണ്ടി റീട്രെഞ്ച്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. നമ്മുടെ നിലവിലുള്ളതിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു മാനേജർ എഫിഷ്യൻസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ റീട്രെഞ്ച്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. റീട്രെഞ്ച്മെൻറ്റ് സ്ട്രാറ്റജി 4 വിധത്തിലാണ്. ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ഉണ്ട്, ഡൈവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഹാർവെസ്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ലിക്വിഡേഷൻ സ്ട്രാറ്റജി. ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ഉണ്ട്, ഡിവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഉണ്ട്, ഹാർവെസ്റ്റ് സ്ട്രാറ്റജി ഉണ്ട്, ലിക്വിഡേഷൻ സ്ട്രാറ്റജി. എന്താണ് ടേൺ അറൗണ്ട്? ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് on the level of performance and caused by the external factors. External factors അല്ലെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡ് ഉണ്ടായിട്ടുള്ള ലോവർ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആണ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ടേൺ അറൗണ്ട് സ്ട്രാറ്റജി ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ഓഫ് ഇംപ്രൂവ് ഓൺ ദി ലോവർ പെർഫോമൻസ് കോസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ആയിട്ടുള്ള ട്രെൻഡ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ലോവർ പെർഫോമൻസിനെ ഇംപ്രൂവ് അപ്പ് ചെയ്യുന്ന അറ്റംപ്റ്റ് ആണ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി. ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്ന്. ദെൻ റീട്രെഞ്ച്മെൻറ്റ് സ്ട്രാറ്റജിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയാണ്. ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ലോവർ ആയിട്ടുള്ള പെർഫോമൻസിൽ നിന്ന് കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ ഡൗൺവേർഡ് ട്രെൻഡിന് കാരണം എന്താണ്? ലോവർ പ്രൈസ് റിയലൈസേഷൻ ഓഫ് ഔട്ട്പുട്ട്, ലോവർ പ്രോഫിറ്റ് മാർജിൻ, റോ മെറ്റീരിയൽ സപ്ലൈ പ്രോബ്ലംസ്, സ്ട്രൈക്ക് ആൻഡ് ലോക്കൗട്ട്, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. ഇതൊക്കെ കാരണമായിട്ടാണ് ഡൗൺവേർഡ് ട്രെൻഡ് ഉണ്ടാകുന്നത്. നമ്മുടെ ഔട്ട്പുട്ടിന് പ്രൈസ് റിയലൈസേഷന് ലോവർ ആകുന്ന അവസ്ഥ, പ്രോഫിറ്റ് മാർജിൻ ലോവർ ആകുന്ന അവസ്ഥ, റോ മെറ്റീരിയൽ സപ്ലൈ പ്രോബ്ലംസ് ഉണ്ടാവുക, അതുപോലെ സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ് ഉണ്ടാവുക, സ്ട്രൈക്കും ലോക്കൗട്ട് ഉണ്ടാവുക, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. സ്ട്രൈക്കും ലോക്കൗട്ട് ഉണ്ടാവുക, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. സ്ട്രൈക്കും ലോക്കൗട്ട് ഉണ്ടാവുക, റോ മെറ്റീരിയൽ സപ്ലൈ പ്രോബ്ലംസ് ഉണ്ടാവുക, സ്ട്രൈക്കും ലോക്കൗട്ടും ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. ഇതൊക്കെ കാരണത്താലാണ് ടേൺ അറൗണ്ട് സ്ട്രാറ്റജി നമ്മൾ സ്വീകരിക്കുന്നത്. നെക്സ്റ്റ് ഡിവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡൈവെസ്റ്റിച്ചർ സ്ട്രാറ്റജി. ഡിവെസ്റ്റിച്ചർ സ്ട്രാറ്റജി ഇസ് ക്വൈറ്റ് ഓപ്പോസിറ്റ് ടു എക്സ്പാൻഷൻ സ്ട്രാറ്റജി. ഇത് എക്സ്പാൻഷൻ സ്ട്രാറ്റജിയുടെ നേരെ ഓപ്പോസിറ്റ്, വിപരീതമാണ്. അത് സെല്ലിംഗ് ഓഫ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ ഓഫ് പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്. ഏതെങ്കിലും സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ വിൽക്കുകയാണെങ്കിൽ, ലിക്വിഡേഷൻ ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു ഡിവെസ്റ്റ്മെന്റ്. അത് സെല്ലിംഗ് ഓഫ് എ ബിസിനസ് സെഗ്മെന്റ് ഓർ പ്രൊഡക്റ്റ് ഡിവിഷൻ ടു അനദർ കമ്പനി. നമ്മുടെ ഒരു ബിസിനസിന്റെ സെഗ്മെന്റ് തന്നെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡിവിഷൻ തന്നെ മറ്റൊരു കമ്പനിക്ക് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അത് ഡിവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. അത് ഗിവിംഗ് അപ്പ് കൺട്രോൾ ഓവർ എ യൂണിറ്റ് ഓർ ബിസിനസ്, giving up control over a unit of business or businesses to the holding or subsidiary company. സബ്സിഡറി കമ്പനി, ഹോൾഡിംഗ് കമ്പനിയുടെ ഒക്കെ കൺട്രോൾ നമ്മൾ ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ, അതിൻ്റെ കൺട്രോൾ പൂർണ്ണമായിട്ട് മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ, സബ്സിഡറി കമ്പനിയായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ, നിലവിലുള്ള സബ്സിഡറി കമ്പനി മറ്റൊരു ഹോൾഡിംഗ് കമ്പനിയായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒക്കെയും ഡിവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഡിവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സെല്ലിംഗ് ഓഫ് ലിക്വിഡേഷൻ ഓഫ് പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്, സെല്ലിംഗ് ഓഫ് ബിസിനസ് സെഗ്മെന്റ്, ഗിവിംഗ് അപ്പ് കൺട്രോൾ ഓവർ യൂണിറ്റ് ഓഫ് ബിസിനസ് ഓർ ബിസിനസ്സസ് ടു ദി ഹോൾഡിംഗ് സബ്സിഡറി കമ്പനി. ദെൻ ഹാർവെസ്റ്റ് സ്ട്രാറ്റജി. എന്താണ് ഹാർവെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? ഹാർവെസ്റ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അസറ്റ് റിഡക്ഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ
A firm reduces its asset to minimum, even sacrificing the future profit for the purpose of generating enough cash. A firm എന്ത് ചെയ്യുന്നു reduce its assets to minimum, even sacrificing the future profit. നമ്മൾ ഫ്യൂച്ചർ പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമ്മൾ അസറ്റ് വിൽക്കുന്നു. അസറ്റ് വിൽക്കേണ്ട ഒരു ഘട്ടം എന്താണെന്ന് വെച്ചാൽ അതിന് കൂടുതൽ പൈസ ആവശ്യമായി വരുന്ന ഘട്ടത്തിലൊക്കെയാണ് അസറ്റ് വിൽക്കുക. അപ്പൊ അങ്ങനെ അസറ്റ് വിറ്റുകൊണ്ട് ഫേം എന്ത് ചെയ്യുന്നു, ഹാൻഡ്ഫുൾ ആയിട്ടുള്ള ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതിന് ഫേം ക്യാഷ്. അത് ചില സ്ഥാപനങ്ങൾക്ക് ക്യാഷ് കൂടുതലായി വേണ്ട ഒരു ഘട്ടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഹാർവെസ്റ്റ് സ്ട്രാറ്റജി. അത് അസറ്റുകൾ പൂർണ്ണമായി വിറ്റുകൊണ്ട് അവയൊക്കെ ക്യാഷാക്കി മാറ്റി ക്യാഷിന്റെ ഷോർട്ടേജിന് എന്ത് ചെയ്യുക, പരിഹാരം. ഇതാണ് ഹാർവെസ്റ്റ് സ്ട്രാറ്റജി. നെക്സ്റ്റ് ലിക്വിഡേഷൻ സ്ട്രാറ്റജി. നമ്മളൊരു സ്ഥാപനം പിരിച്ചുവിടുന്നത് പോലെ സ്ട്രാറ്റജിയാണ്. പിരിച്ചുവിടുന്ന ഒരു തീരുമാനം എടുക്കുന്നത് പോലെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ സ്ഥാപനങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നത് മാത്രമല്ല, ഡിവെസ്റ്റർ ചെയ്യുന്നത് മാത്രമല്ല, ലിക്വിഡേഷൻ നടത്തുന്നത് ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. നമ്മൾ സ്ഥാപനം എന്തെങ്കിലും വിറ്റുപോയില്ല, അപ്പൊ സ്ഥാപനം വീണ്ടും ബാങ്ക്രപ്സിയിലേക്കൊക്കെ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സെല്ല് ചെയ്യുന്ന, ക്ലോസ് ഡൗൺ ചെയ്യുന്ന ഫേം ക്ലോസ് ഡൗൺ ചെയ്യുന്ന ലിക്വിഡേഷൻ. ലിക്വിഡേഷൻ ഇൻ കേസ് ഓഫ് ഫേം ഹാസ് നോട്ട് സക്സീഡഡ് ഇൻ അതർ സ്ട്രാറ്റജി. നമ്മൾ മറ്റുള്ള സ്ട്രാറ്റജികളൊന്നും തന്നെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ലിക്വിഡേഷൻ സ്ട്രാറ്റജി ഇസ് ദി ലാസ്റ്റ് റിസോർട്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് റിസോർട്ട് ലിക്വിഡേഷൻ സ്ട്രാറ്റജി. നമുക്ക് മറ്റുള്ള സ്ട്രാറ്റജി കൊണ്ടൊന്നും രക്ഷയില്ലാത്ത അവസ്ഥ വന്നാൽ ഏറ്റവും അവസാനത്തെ സ്ട്രാറ്റജി എന്നുള്ളത് എടുക്കേണ്ട സ്ട്രാറ്റജി എന്താണ്, ലാസ്റ്റ് റിസോർട്ടാണ് ലിക്വിഡേഷൻ സ്ട്രാറ്റജി. അത് ഇറ്റ് ഈസ് സെൽ ഓർ ക്ലോസ് ഡൗൺ. സെൽ ഓർ ക്ലോസ് ഡൗൺ ഫേം ടു അവോയ്ഡ് ബാങ്ക്രപ്സി. ബാങ്ക്രപ്സി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഡൗൺ ചെയ്യുന്നു, കമ്പനി പൂട്ടുന്നതിനെയാണ്, ക്ലോസ് ഡൗൺ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ലിക്വിഡേഷൻ സ്ട്രാറ്റജി വിളിക്കുന്നത്. ഫെയർലി ബെറ്റർ ഡീൽ ഫോർ ഷെയർ ഹോൾഡേഴ്സ്. ഇതുകൊണ്ട് ബെറ്റർ ഡീൽ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നു. ദർ റണ്ണിങ് ദ റിസ്ക് ഓഫ് മേക്കിംഗ് ദി ഫേം ടു സഫർ ലോസസ്. ലോസ് ഉണ്ടാക്കുന്ന ആ റിസ്കിനേക്കാളും ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് സ്ഥാപനം കൂട്ടലാണ് ലാഭകരം എന്ന് വരുമ്പോൾ അത്തരത്തിൽ കൂട്ടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ലിക്വിഡേഷൻ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലിക്വിഡേഷൻ സ്ട്രാറ്റജി എന്ന സ്ഥാപനം എന്ത് ചെയ്യുന്നു, കൂട്ടി പൂർണ്ണമായി ക്ലോസ് ഡൗൺ ചെയ്യുന്നു ബാങ്ക്രപ്സിനെ ഒഴിവാക്കാൻ വേണ്ടി. അത് മറ്റൊരു സ്ഥാപനമായിട്ട് വിൽപ്പന നടക്കാതെ വരുന്ന മറ്റൊരു കമ്പനി ഏറ്റെടുക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, ലിക്വിഡേഷൻ ചെയ്യേണ്ടി വരും. കമ്പനി പൂട്ടേണ്ടി വരും. ഇത്തരത്തിൽ പൂട്ടുന്ന അവസ്ഥയാണ്, മറ്റൊരു ആൾ ഏറ്റെടുക്കാനില്ലാത്ത ഘട്ടത്തിൽ പൂട്ടുന്ന ഒരവസ്ഥക്കാണ് ലിക്വിഡേഷൻ. ഓക്കെ, ഡിവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി, റിട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ടേൺ അറൗണ്ട് സ്ട്രാറ്റജി, ഡിവെസ്റ്റർ സ്ട്രാറ്റജി, ഹാർവെസ്റ്റ് സ്ട്രാറ്റജി, ലിക്വിഡേഷൻ സ്ട്രാറ്റജി. ഇത്രയും സ്ട്രാറ്റജീസ് ആണ് നമ്മുടെ റീട്രെഞ്ച്മെന്റിനുള്ളത്. അപ്പോൾ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി എന്താണെന്നും എന്താണ് മറ്റുള്ള ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി എന്നും നമ്മൾ പറഞ്ഞു. ഡൈവേഴ്സിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞു. കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷനും കൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷനും. എന്താണ് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ? നിലവിലുള്ള ഇൻഡസ്ട്രി തന്നെ, നിലവിലുള്ള പ്രൊഡക്റ്റ് വെച്ച് തന്നെ ചെയ്യുന്ന ഡൈവേഴ്സിഫിക്കേഷനാണ്. നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ ചെയ്യുന്നതാണ് നിലവിൽ കോൺസെൻട്രിക് ആണ്. അതേസമയം കൺഗ്ലോമറേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ബിയോണ്ട് ദി പ്രസന്റ് ഇൻഡസ്ട്രി, നമ്മുടെ ഇപ്പോഴുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്ത് കടന്നുകൊണ്ട് മറ്റു പുതിയ പ്രൊഡക്റ്റുകളായിട്ടൊക്കെ രംഗപ്രവേശം ചെയ്യുന്നതാണെങ്കിൽ അത് ബിയോണ്ട് ദി ഇൻഡസ്ട്രി പുറത്തുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് കൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഓക്കെ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിൽ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ഫോർമുലേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സ് സ്ട്രാറ്റജി ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളത് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യം നമ്മൾ സ്ഥാപനത്തിൻ്റെ സ്ട്രാറ്റജി, നമ്മൾ ആദ്യം പറഞ്ഞ സ്ട്രാറ്റജിയുടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി, അതേപോലെ തന്നെ ഗ്രോത്ത് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജി, അതേപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി, റിട്ടേൺമെന്റ് സ്ട്രാറ്റജി എന്നിങ്ങനെ സ്ട്രാറ്റജികൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി തന്നെ ടൈപ്സ് പറഞ്ഞു. അതിന് ശേഷം നമ്മൾ റിട്ടേൺമെന്റ് സ്ട്രാറ്റജിയിലും ടൈപ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒക്കെ റീസൺസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ട്രാറ്റജി ആൾട്ടർനേറ്റീവ് എന്നുള്ളത്. ഓക്കെ, സ്ട്രാറ്റജി ആൾട്ടർനേറ്റീവ് എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ആദ്യം ഫസ്റ്റ് എക്സ്പാൻഷൻ സ്ട്രാറ്റജിയും സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയും ഒക്കെ അതിൽ ഉൾക്കൊള്ളുന്നതാണ്. എക്സ്പാൻഷൻ സ്ട്രാറ്റജിയും സ്റ്റെബിലിറ്റി സ്ട്രാറ്റജിയും ഒക്കെ അതിൽ പെട്ടതാണ്. നമ്മൾ ഈ സ്ട്രാറ്റജി ആൾട്ടർനേറ്റീവ് വരുന്നതാണ്. ഇപ്പം പറഞ്ഞു ഡൈവേഴ്സിഫിക്കേഷൻ റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി ആൾട്ടർനേറ്റീവ് വരുന്നതാണ്. ഈ സ്ട്രാറ്റജി ആൾട്ടർനേറ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് അടുത്ത സ്ട്രാറ്റജിയുടെ ഫോർമുലേഷൻ സാധിക്കുകയുള്ളൂ. ഇത്രയും ആൾട്ടർനേറ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവയിൽ നിന്ന് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിനെ ചൂസ് ചെയ്യുന്ന പണിയാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്താണ് മനസ്സിലാക്കുക. നമ്മുടെ സ്ട്രാറ്റജി ഇത്രയും വെറൈറ്റി ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. ആ സ്ട്രാറ്റജിയിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണമെന്ന് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള സെൻസ് വെച്ചുകൊണ്ട് മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കമ്പനിയുടെ സിറ്റുവേഷനൊക്കെ നോക്കിക്കൊണ്ട് ഏത് സ്ട്രാറ്റജിയാണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേഷനിൽ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഓരോ കമ്പനിയുടെ സാഹചര്യം അനുസരിച്ച് ഏത് സ്ട്രാറ്റജിയാണ് തിരഞ്ഞെടുക്കേണ്ടത് നോക്കി നമ്മൾ സ്ട്രാറ്റജി തിരഞ്ഞെടുക്കുന്നതാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം കവർ ചെയ്യുന്നത്. ഓക്കെ.